അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. തായിഫിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ തായിഫിൽപ്പെട്ട ബനൂ സഖീഫ് എന്ന ഗോത്രത്തിൽ നിന്നായിരുന്നു ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഖീഫ് ഗോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഇസ്ലാമിന് മുൻപ് തന്നെ അല്ലെങ്കിൽ നുബുവത്തിന് മുൻപ് തന്നെ ഏറ്റവും ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അദ്ദേഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഖുറൈശികളുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ സുബൈഅ ബിൻ അബ്ദി ഷംസ് ബിൻ അബ്ദി മനാഫ് എന്ന സ്ത്രീ ആയിരുന്നു. അവർ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അതുപോലെ തന്നെ തായിഫിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമായ സഖീഫിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അപ്പോൾ ഈ രണ്ട് ഗോത്രവുമായി, ഈ രണ്ട് ഏറ്റവും പ്രമുഖരായ കുടുംബവുമായി നേരിട്ട് രക്തബന്ധമുള്ള വ്യക്തി എന്ന നിലയിലും ആ നാട്ടിലെ ഒരു നേതാവ് എന്ന നിലയിലും വളരെ പ്രോമിനൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഉർവത്ത് ബിൻ മസ്ഊദ്. പിന്നീട് സഹാബിയായി. അപ്പൊ ഫിജാർ യുദ്ധങ്ങൾ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു യുദ്ധമായിരുന്നു ഫിജാർ യുദ്ധം. ഈ ഫിജാർ യുദ്ധത്തിൽ അന്നത്തെ അറബികൾ മിക്കവാറും പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു. അപ്പൊ ആ യുദ്ധത്തിൽ ഉർവത്ത് ബിൻ മസ്ഊദിന്റെ ഉമ്മ ഒരു ടെന്റ് ഉണ്ടാക്കുകയും ആ ടെന്റിലേക്ക് ആർക്കൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ടോ ആ പുരുഷന്മാർക്കെല്ലാം ആ ടെന്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശുശ്രൂഷയും മരുന്നും ഭക്ഷണവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉർവത്ത് ബിൻ മസ്ഊദിന്റെ ഉമ്മയാണ് അത് സംവിധാനിച്ചത്. അപ്പോൾ അന്ന് അവിടെ വന്ന് ശുശ്രൂഷ ലഭിച്ച് പിന്നീട് ജീവനോട് കൂടിയിട്ട് പിന്നീട് ആ നാട്ടിൽ ജീവിച്ച ആളുകളൊക്കെ ഇവരോട് ഒരു കടപ്പെട്ടവരായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇവരോട് ഒരു നന്ദി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് ഇതുപോലെ പല യുദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് മണി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉർവ അതിന് പൈസ ചെലവാക്കും. അതുപോലെ തന്നെ അദ്ദേഹം മക്കയിലേക്കാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പെങ്ങൾ അഥവാ അദ്ദേഹത്തിന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന സഹാബി അദ്ദേഹം ഒരു ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചത് അബൂ സുഫിയാന്റെ മകൾ മൈമൂനത്തിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ ഈസാ അലൈഹി ഇസ്ലാമിനെ പോലെ ആയിരുന്നു എന്നതാണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മിഅ്റാജ് രാവിൽ വെച്ചിട്ട് എനിക്ക് എല്ലാ പ്രവാചകന്മാരെയും കാണിച്ചു തന്നു. അതിൽ മൂസ അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ അദ്ദേഹം ഷനുആ ഗോത്രത്തിൽപ്പെട്ട അഥവാ അദ്ദേഹം കുറച്ച് കറുത്ത നിറമുള്ള വ്യക്തിത്വങ്ങളിൽപ്പെട്ടതായിരുന്നു മൂസ അലൈഹി സ്വലാം. ഈസാ അലൈഹി സ്വലാമിനെ ഞാൻ കണ്ടു. എനിക്ക് ഏറ്റവും നന്നായി ഒരു റിസംബ്ലൻസ് തോന്നിയ വ്യക്തി ഉർവത്ത് ബിൻ മസ്ഊദ് ആയിരുന്നു. അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ഞാൻ കണ്ടു. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട് റിസംബിൾ ചെയ്തത് നിങ്ങളുടെ ഈ സാഹിബാണ്, അഥവാ റസൂലുള്ളാഹിയെ പോലെയായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കാണാൻ. അതുപോലെ ഞാൻ ജിബ്രീലിനെ കണ്ടു. ജിബ്രീലുമായി ഏറ്റവും സാമ്യത ഉണ്ടായിരുന്ന വ്യക്തി എൻ്റെ അറിവിൽ ദിഹ്യ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഈസാ അലൈഹി സ്വലാം അത്രയേറെ സുന്ദരനായിരുന്നു. അദ്ദേഹത്തിന് നീണ്ട മുടിയും അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽറ്റുമുള്ള വ്യക്തിയാണ് ഈസാ അലൈഹി സ്വലാം എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദും ഇതുപോലെ സുന്ദരനായ ഈസാ അലൈഹി സ്വലാമിനെ പോലെ കാണാൻ വ്യക്തിത്വം ഉണ്ടായിരുന്ന ഒരു സഹാബിയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അഥവാ മക്ക ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന വാചകത്തെ അതുപോലെ എടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അള്ളാഹ് അവരെ വിമർശിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഖുറൈശികളുടെ വാദം? എന്തുകൊണ്ട് ഖുർആൻ ഈ രണ്ട് പ്രധാനപ്പെട്ട മഹത്തായ വ്യക്തികളിലേക്ക് വന്നില്ല? അഥവാ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ രണ്ടുപേരുടെയും പേര് പറയുകയോ ഇവരെ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. ഒന്ന് വലീദ് ബിൻ മുഗീറയാണ്, അത് മക്കയിൽ നിന്നുള്ള. രണ്ട് ഉർവത്ത് ബിൻ മസ്ഊദാണ്, അത് തായിഫിൽ നിന്നുള്ള. അപ്പൊ തായിഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഉർവയും മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുമായ വലീദും ഈ രണ്ട് മഹത് വ്യക്തികളും ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ആരാലും അറിയപ്പെടാത്ത ഈ മുഹമ്മദിന് ഈ ഖുർആൻ ഇറങ്ങി എന്നത് മക്ക ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വിമർശനമായിരുന്നു. ഈ വിമർശനം അള്ളാഹ് ഖുർആനിൽ എടുത്തു പറയുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഉർവത്തിനെയും വലീദിനെയും രണ്ടുപേരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഉർവത്ത് ബിൻ മസ്ഊദ് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഹുദൈബിയ സന്ധിയിൽ വെച്ചിട്ടാണ്, ഹുദൈബിയ സന്ധി നടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഉർവത്ത് ബിൻ മസ്ഊദിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹുദൈബിയ സന്ധി നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും
ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയും അവർ മക്കയുടെ പുറത്ത് വെച്ച് തടയപ്പെടുകയും ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അവർ മക്കാരുമായി ഒരു സന്ധി ഉണ്ടാക്കുകയും ചെയ്തു. ആ സന്ധിയുടെ പേരാണ് ഹുദൈബിയ. അപ്പോൾ മക്കാർ ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ഹുലൈസിനെ പറഞ്ഞയച്ചു. അത് നടന്നില്ല. അവസാനം പല ആളുകളും വന്ന് സംസാരിക്കുന്നുണ്ട്. അവസാനം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വന്നിട്ടാണ് അവരുമായി കരാറുണ്ടാക്കുന്നത്. അന്ന് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടില്ല, പിന്നീടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ ഇതിനിടയിൽ പല ആളുകളും വരുന്നതിന്റെ കൂട്ടത്തിൽ ഉർവ റളിയല്ലാഹു അൻഹു റസൂൽ മക്കക്കാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു മകനെ പോലെയല്ലേ, അഥവാ നിങ്ങളൊക്കെ എനിക്ക് ഒരു പിതൃസമാനമായ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമാണ് ഞാൻ നിങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ളത്. നിങ്ങളൊക്കെ ആ നേതൃസ്ഥാനത്തിലാണ് ഞാൻ കാണുന്നത്. ഞാൻ നിങ്ങൾക്കൊരു മകനെ പോലെയാണ്. നിങ്ങൾക്ക് എന്റെ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല എങ്കിൽ ഞാനൊന്ന് പോയി മുഹമ്മദിനോട് സംസാരിക്കാം. അങ്ങനെ ഉർവ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു നെഗോഷിയേഷന് വരുന്ന സമയത്ത് ആദ്യം കുറച്ച് ടഫായി നിൽക്കുക എന്നുള്ളതാണ് ഏതൊരു നെഗോഷിയേഷന്റെയും ഒരു രീതി. അപ്പൊ ആദ്യം തന്നെ ഒന്ന് ടഫായി വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് വന്നിട്ട് പറയാണ്, യാ മുഹമ്മദ്, ഞാൻ നിന്റെ അടുത്ത് കുറെ ആളുകളെ കാണുന്നു. കുറെ ആളുകളെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽപ്പെട്ടവരെന്നൊന്നുമില്ല. എല്ലാ ഗോത്രത്തിലും പെട്ട, എല്ലാ വർഗത്തിലും പെട്ട, എല്ലാ നാട്ടിലും പെട്ട ഒരു കൂട്ടം ആളുകൾ. അതില് മദീനയിലെ പല ഔസുന്നുണ്ട്, ഹസറജുന്നുണ്ട്, ഖുറൈശികളുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അപ്പൊ എന്തൊക്കെയോ ആളുകൾ. അപ്പൊ ഉർവത്ത് ഇബ്നു മസ്ഊദിന് അതാണ് ദഹിക്കുന്നില്ല. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും അറബിക്ക് നിനക്ക് അറിയാവോ, ഏതെങ്കിലും ഒരു അറബിയെ പറ്റി സ്വന്തം കൗമിനെ നശിപ്പിച്ച? ഇനി നിനക്ക് അള്ളാഹ് വിജയം നൽകിയാൽ പോലും അതെന്തൊരു വിജയമാണ്. കാരണം റസൂലുള്ളാഹിക്ക് വിജയം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ തോൽക്കുന്നത് ആരാ? പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശികൾ തന്നെയാണ്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഖുറൈശികൾ നിന്റെ അടുത്തേക്ക് നിന്റെ നേർക്കെങ്ങാനും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ, ഖുറൈശികൾ അത്രയും ശക്തരാണ്, അവര് നിന്റെ നേർക്കെങ്ങാനും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നിന്റെ ഈ കൂട്ടത്തിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, പല വിഭാഗത്തിൽപ്പെട്ട ഈ ആളുകൾ, ഇവരെല്ലാം നിന്നെ ഇവിടെ ഇട്ടെറിഞ്ഞു പോവും. അപ്പൊ എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ഇതങ്ങോട്ട് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് ഒരു വാചകം പറഞ്ഞു, നീ പറയുന്നത് ഞങ്ങൾ റസൂലുള്ളാഹിയെ ഇവിടെ ഇട്ടെറിഞ്ഞു പോകുന്നതാണോ? എന്നിട്ട് പറഞ്ഞ വളരെ വൾഗറായിട്ടുള്ള, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെറിയുടെ രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഒരു വാചകം പറഞ്ഞു. അത് നമുക്ക് പബ്ലിക് സ്പിയറിൽ പറയാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റാത്ത ഒരു വാചകം പറഞ്ഞു. അപ്പോൾ ഉർവ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം വന്നുകൊണ്ട് ഈ റസൂലുള്ളാഹിയോട് ഒരു രാജ്യവും നടക്കുന്ന സംഭാഷണത്തിന്റെ ആ ഒരു ഡിപ്ലോമാറ്റിന്റെ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പച്ച തെറി വിളിക്കുക. അബൂബക്കർ സിദ്ദീഖാണ് തെറി വിളിച്ചത്. പക്ഷെ അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷോക്കിംഗ് ആണ്. പക്ഷെ ഉർവ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആ സമയത്ത് അതിലേറെ ഷോക്ക്ഡ് ആയിട്ടുണ്ട് ചോദിക്കുകയാണ്, ആരാണാ വിളിച്ചത്, ആരാണാ പറഞ്ഞത്? അപ്പോ ആരോ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ ഉർവ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുകയാണ്, നീ എനിക്ക് മുമ്പ് ചെയ്തു തന്ന ഒരു ഫേവർ ഉണ്ടല്ലോ, ഒരു നന്മ ഉണ്ടല്ലോ, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നോട് ഇപ്പൊ പറഞ്ഞ അതേ ഭാഷയിൽ തിരിച്ചു മറുപടി പറഞ്ഞേനെ എന്നുള്ളത്. അപ്പൊ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇതുപോലെ ഒരു ബ്ലഡ് മണി ആർക്കോ കൊടുക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് ഉർവത്ത് ബിൻ മസ്ഊദിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫേവർ, ആ ഒരു സഹായത്തെ ഓർത്തെടുത്തുകൊണ്ട് ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ച് അബൂബക്കർ സിദ്ദീഖിനോട് പറയുകയാണ്, ആ നന്ദി ഞാൻ എന്നോട് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അബൂബക്കർ സിദ്ദീഖിനെ വ്യക്തിപരമായ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ വളരെ സൗമ്യമായ ഒരു സ്വഭാവവും വളരെ സിൻസിയർ ആയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് എന്നുള്ള ആ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ റസൂലുള്ളാഹിയെ ഇട്ടെറിഞ്ഞിട്ട് അവിടുന്ന് ഓടും എന്ന് പറയുമ്പോൾ ഇവർക്ക് റസൂലുള്ളാഹിയോടുള്ള ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് അല്ലാതാവുകയാണ് ആ സന്ദർഭത്തിൽ. അത്രയും മോശപ്പെട്ട ഒരു വാചകം പറയുന്നുണ്ടെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് അല്ല. അബൂബക്കർ സിദ്ദീഖ് ആ ഒരു നിമിഷം സ്വന്തത്തെ മറന്നുകൊണ്ട് അവർ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനുശേഷം ഇങ്ങനെ സംസാരിച്ച് പ്രവാചകന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പ്രവാചകന്റെ താടി ഇങ്ങനെ പിടിച്ചു വലിക്കണം. അപ്പോൾ അത് അന്നത്തെ ഒരു കൾച്ചറാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ അന്നിങ്ങനെ ഈ അറബികൾ ഇപ്പൊ ഇന്ന് നമ്മൾ അറബ് നാട്ടിൽ പോയിട്ട് അവര് തമ്മിൽ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന അറബികൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊന്നും അവരുടെ ആ ഒരു കൾച്ചർ വേറെ തന്നെയാണ്. അത് നമുക്ക് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ആലോചിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ അതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു കാഷ്വൽ ടോക്ക്, ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്ന നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഈ താടി ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഒരു ഫുൾ ആർമറിൽ ഒരു ഗിയർ, മിലിറ്ററി ഗിയർ ഇട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആള് ഈ വാളിന്റെ അറ്റം പിടിച്ചിട്ട്, അഥവാ മൂർച്ചയുള്ള വാളിന്റെ പിടി ഉപയോഗിച്ചിട്ട്
ഈ പ്രവാചകന്റെ താടി പിടിച്ച ഉർവത്ത് ബിൻ മസ്ഊദിന്റെ കൈക്ക് 2 തട്ടാണ്. നല്ല അത്യാവശ്യം വേദന ഉണ്ടാവും തട്ടിക്കഴിഞ്ഞാൽ, ഒരൊറ്റ തട്ടാണ്. അപ്പോ ഉർവത്ത് ബിൻ മസ്ഊദ് പിന്നെയും ആ താടി പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോ റസൂൽ ഈ ഈ മിലിറ്ററി ഗിയർ ഇട്ട ഈ വ്യക്തി പറയാണ്. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് പറയാം, ഞാൻ വീണ്ടും പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ വ്യക്തി പറയാം, നിങ്ങൾക്ക് ആ കൈ നിങ്ങളുടെ കൈ തിരിച്ച് ആ താടി പിടിച്ചതിന് ശേഷം ആ കൈ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിയുടെ അടുത്ത് നിന്ന് കുറച്ച് വിട്ടു നിന്നോ, അല്ലെങ്കിൽ ആ താടി തൊട്ട് പോകരുത് എന്നാണ് പറഞ്ഞത്. ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞു, അതാരാണ് ഇത്രയേറെ അത്രയും റഫായിട്ട് സംസാരിക്കുന്ന? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇബ്ൻ അഖീഖ്, അത് നിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അപ്പൊ ആരാണ്? മുഗീറ ബിൻ ശുഅബ. മുഗീറ ബിൻ ശുഅബയുടെ ചരിത്രം വേറെ തന്നെ പരിശോധിക്കാനുണ്ട്. മുഗീറ ബിൻ ശുഅബ ഇതുപോലെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കി ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട വ്യക്തിയാ. പക്ഷെ ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയാ. പക്ഷെ എന്താ, റസൂലുള്ളാഹിന്റെ താടി തൊട്ടു, സമ്മതിച്ചില്ല, ഒരൊറ്റ തട്ടാണ്. അപ്പോ ഉർവത്ത് ബിൻ മസ്ഊദ് പറയാണ്, നീ ചതിയനാണ്, നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളിൽ ഇന്നലെയും കൂടി എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഇവരുമായി യുദ്ധം ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി വന്നതാണ്, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നവരാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവത്ത് ബിൻ മസ്ഊദിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഉർവത്ത് ബിൻ മസ്ഊദിന് മനസ്സിലായി ഇത് ശരിയാവില്ല, നടപടി ആവില്ല എന്നൊക്കെ മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം മക്ക മുശ്രിക്കുകളോട് വന്നിട്ട് അല്ലെങ്കിൽ ഖുറൈശികളോട് വന്നിട്ട് പറയാണ്, വല്ലാഹി ഞാന് എല്ലാവിധ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കൊട്ടാരത്തിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. കിസ്രയുടെയും കൈസറിന്റെയും നജാഷിയുടെയും കൊട്ടാരം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മനുഷ്യൻ സ്നേഹിക്കപ്പെടുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അഥവാ അന്ന് ലോകത്തെ ഏറ്റവും ശക്തരായ ഭരണാധികാരികൾ, ഏറ്റവും വലിയ സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് റോമനും പേർഷ്യൻസും ആണ്. ആ രണ്ടുപേരുടെയും ചക്രവർത്തിമാരെയും ഉർവത്ത് ബിൻ മസ്ഊദ് അവരുടെ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഇതുപോലൊരു മനുഷ്യന് സ്നേഹിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവരുടെ പ്രവാചകൻ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാ, സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ. ഇപ്പൊ ഒരു ടീം വന്നിട്ട് പ്രവാചകൻ ആ നാട്ടിലേക്ക് വന്ന് മദീനയുടെ ഭരണാധികാരിയാണെന്ന് അന്വേഷിച്ച് മദീന പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പ്രവാചകൻ ഈ കൂട്ടത്തിൽ ആരാണെന്ന് മനസ്സിലാവില്ല. കാരണം അവരിയ്ക്കുന്ന കൂട്ടത്തിൽ നിലത്തന്നെയാണ് പ്രവാചകൻ ഇരിക്കുന്നത്. സഹാബത്ത് ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പടി പോലെ റസൂലുള്ളാഹിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സഹാബത്ത് ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം എന്നിട്ട് അദ്ദേഹം പറയണേ, അദ്ദേഹം തുപ്പിക്കഴിഞ്ഞാൽ ആ തുപ്പലെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഓടുക. അദ്ദേഹം ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആരാണ് നിർവഹിക്കുക എന്നുള്ളതിൽ മത്സരം. അദ്ദേഹം വുളു എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ നിന്ന് ബർക്കത്ത് എടുക്കാൻ വേണ്ടി ഓടി നടക്കുക. അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെല്ലാം അവരുടെ ശബ്ദം താഴ്ത്തുക. അവരവരുടെ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല, അത്രയേറെ ബഹുമാനം. അപ്പൊ എങ്ങനെയാണ് ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കണ്ട ആളുകളുണ്ടല്ലോ, അഥവാ ഉർവത്ത് ബിൻ മസ്ഊദ് എന്താ പറഞ്ഞത്, റസൂലുള്ളാഹിയെ കണ്ടപ്പോ ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ, നിന്റെ കൂട്ടത്തിലുള്ള ഈ ആളുകളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിന്നിട്ട് ഓടിപ്പോകുന്ന പറഞ്ഞത്. ആ ഉർവത്ത് ബിൻ മസ്ഊദ് ആ കാഴ്ച കണ്ട് തിരിച്ച് ഖുറൈശികളുടെ അടുത്ത് വന്നതിന് ശേഷം പറയുന്നത്, ഞാൻ കണ്ട ആ ആളുകളുണ്ടല്ലോ, അവർ ദുനിയാവിൽ എന്തും ത്യജിക്കും ആ മനുഷ്യന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു പ്രശ്നത്തിൽ പോകാൻ നിൽക്കണ്ട, അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായം, അദ്ദേഹത്തിന് വെറും ഉംറ ചെയ്താൽ മതി, ഉംറ ചെയ്ത് അദ്ദേഹം തിരിച്ചു പോയിക്കോട്ടെ. ഖുറൈശികൾ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. അങ്ങനെ പിന്നീട് ഹുദൈബിയ സന്ധി നിർവഹിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഖുറൈശികൾ ഹുദൈബിയ സന്ധിയിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം മക്കൻ ഫതഹ് സംഭവിക്കുന്നു. ഫതഹ് മക്കയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോകുന്നത് തായിഫിലേക്കാണ്. തായിഫ് മുഴുവൻ വളഞ്ഞതിന് ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം തായിഫിന് പുറത്ത് നിന്ന് തായിഫിന്റെ ആ ഒരു ഉപരോധം ഏർപ്പെടുത്തി തായിഫ് കീഴടക്കാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പൊ ഉമർ ഖത്താബ് അടക്കം പറഞ്ഞു, എന്തിനാ നമ്മൾ പോകുന്നത്, നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ ഫൈറ്റ് ചെയ്യും. പിറ്റത്തെ ദിവസം ചില സഹാബത്ത് അതിനുവേണ്ടി ട്രൈ ചെയ്തു. അവര് ഈ തായിഫ് ഗോത്രത്തിലെ ആളുകളുടെ അടുത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടായി. അങ്ങനെ അവർ തിരിച്ച് സഹാബത്ത് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്നാണ്ട് പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, നമുക്ക് നാളെ പോകാം. അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫറിന്റെ അഥവാ യാത്രയുടെ പ്രാർത്ഥനയെല്ലാം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബത്ത് പറഞ്ഞു അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഹദി സഖീഫൻ, അവർക്ക് നീ ഹിദായത്ത് നൽകണമേ എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് ഇവർ തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആ നാട്ടിലില്ല. അദ്ദേഹം
ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളിൽ അല്ലെങ്കിൽ അത്തരം പ്രൊഫഷനിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീടൊക്കെ ഇത് വിഷയങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉർവ വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെയേറെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്, നിങ്ങൾ എൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്. ഉർവത്ത് ബിൻ മസ്ഊദിനെ തെറി വിളിച്ച അബൂബക്കർ സിദ്ദീഖ് പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്. മുഗീറ ബിൻ ശുഅബ പറയാണ്, പറ്റൂല. അങ്ങനെ ഒടുവിൽ മുഗീറ ബിൻ ശുഅബയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു സിനാരിയോ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഉണ്ടായ ഈ ഹുവയെ പറ്റിയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് ഉർവത്ത് ബിൻ മസ്ഊദ് പറയുകയാണ്, ഞാൻ തിരിച്ചു പോയി എൻ്റെ ആളുകളെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളെ കൊല്ലും. ഉർവത്ത് ബിൻ മസ്ഊദ് ഞെട്ടിയിട്ട് പറയുകയാണ്, ഞാൻ ഉറങ്ങിക്കെടുക്കുകയാണെങ്കിൽ അവരെന്നൊന്ന് ഉണർത്തുക പോലുമില്ല എൻ്റെ ജനങ്ങൾ, അത്രയേറെ ബഹുമാനം അവർക്കിന്നെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നിർബന്ധിച്ച് പ്രവാചകനോട് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഉർവ അവിടുന്ന് പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വറഖ ബിൻ നൗഫലിനോട്, എൻ്റെ ആളുകൾ ഒരിക്കലും എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളത്. പക്ഷെ അത് അന്ന് റസൂലുള്ളാഹി അനുഭവത്തിലൂടെ മനസ്സിലാക്കി. പക്ഷെ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ വാക്ക് കേൾക്കാതെ അവരുടെ ആളുകളിലേക്ക് പോവുകയാണ്. ആളുകളിലേക്ക് പോയി അതുപോലെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായിട്ട് അവരെ അറിയിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ചില കശപിശകളൊക്കെ നടന്നു. അദ്ദേഹം അങ്ങനെ അന്നത്തെ ദിവസം അത് പിരിഞ്ഞ് അദ്ദേഹം പിന്നീട് പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ പോയിക്കൊണ്ട് സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്ത് അദാൻ വിളിക്കുകയാണ്. ഈ അദാൻ വിളിക്കുന്ന സമയത്ത് ആ പൊടുന്നനെ തന്നെ ആ ഒരു മൊമെന്റിൽ തന്നെ ചില ആളുകൾ, ഒരു ഗോത്രത്തിൽപ്പെട്ട ആ തായിഫിൽ തന്നെ ഒരു സബ് ട്രൈബിൽപ്പെട്ട ആളുകൾ അമ്പ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുകയാണ്. അമ്പ ചെയ്ത് ഉടനെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നില്ല. അദ്ദേഹം താഴത്തോട്ട് വന്ന് അദ്ദേഹത്തിന്റെ ആളുകൾ അദ്ദേഹത്തിനോട് ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, ബനു മാലിക് എന്ന് പറഞ്ഞ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് അദ്ദേഹത്തിന് അമ്പ ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ആളുകൾ, അവർക്ക് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടല്ല, പറിച്ച് അവരുടെ ആ ഒരു ഗോത്രവർഗത്തിന്റെ സ്നേഹം കാരണം അവർ പറഞ്ഞു, ബനു മാലിക്കിന്റെ നേതാക്കന്മാരെ എല്ലാവരെയും നമ്മൾ കൊന്നുകളയുന്നു. പക്ഷെ ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, എൻ്റെ പേരിൽ ഇനി ഒരു യുദ്ധം നടക്കാൻ പാടില്ല. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ തായിഫിന്റെ പുറത്ത് വെച്ച് എന്നെ ശുഹദാക്കളുടെ കൂടെ എന്നെ ഖബറടക്കണം എന്ന് പറയുന്നത്. ഈ വിവരം അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഉർവത്ത് ബിൻ മസ്ഊദ് സൂറത്തു യാസീനിലെ ആ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞ പോലെയാണ്. അദ്ദേഹത്തിന്റെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇതാണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന അത്തരം സഹാബത്തിന്റെ കൂടെ നമ്മയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആൻ മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.